കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 25 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെയുള്ളവർക്കൊന്നിനും ഒരു കുറവും ദൈവം വരുത്തില്ല എന്നുള്ളത് നമുക്ക് സുപരിചിതമായ ഒരു വചന സന്ദേശമാണ്. മത്തായി 6:33 വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും. ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി തന്നിരിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുക. ഇനി ശരിക്കും ദൈവരാജ്യ അനുഭവം അതുണ്ടാകാനുള്ള വഴി, സ്വർഗത്തിൽ പോകാനുള്ള വഴി വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 17:3 ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ 17:3 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം. അതുള്ളവർക്കാണ് ദൈവരാജ്യ അനുഭവം ഉണ്ടാകുക. അതുള്ളവർക്കാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചാരിറ്റി കൊടുക്കുന്നതോ ശുശ്രൂഷ ചെയ്യുന്നതോ അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ സംഭവിക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അതൊക്കെ ദൈവരാജ്യ അനുഭവത്തിനും നിത്യജീവനും നമ്മെ അർഹരാക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതൊരു കാര്യമുണ്ട്. ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ പോരാ, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ശരിക്കും നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നതിൻ്റെ തെളിവ് ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. 1 യോഹന്നാൻ 4:8 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. അറിഞ്ഞവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. മൂന്നാമതൊരു കാര്യം അതുമായി ചേർന്ന് പോകുന്നതാണ്. ദൈവരാജ്യ അനുഭവത്തിന് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു നടന്നാൽ പോരാ. ഇനി കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത് കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴാണെന്ന് യോഹന്നാൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. 1 യോഹന്നാൻ 4:20 വചനം നമുക്ക് തരുന്ന സന്ദേശം അതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ദൈവത്തെ അറിഞ്ഞവരായി മാറുക, ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുക, ദൈവത്തിൻ്റെ നാമത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് മാറുക. ഇനി ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ചേർത്ത് പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യ പ്രവേശനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എളിമ, ജീവിത ലാളിത്യം. ഇതൊക്കെയാണ് ശിശുക്കളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാകും, നിത്യജീവന് അർഹതയുണ്ടാകും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, പിതാവായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ. ദൈവസ്തുതി അത് മഹനീയമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ബൈബിൾ കഥാപാത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് യേശു തന്നെയാണ്. അവൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത്. നമുക്കറിയാം, മറിയത്തിൻ്റെ സ്തോത്രഗീതം, മോശയുടെ സ്തോത്രഗീതം,
സക്കറിയായുടെ സ്തോത്രഗീതം, അവരുടെയൊക്കെ ജീവിതം ഒരു സ്തുതിയായി സ്തോത്രഗീതമായിട്ട് മാറി. അതുകൊണ്ടാണ് അവർക്ക് അപ്രകാരം ചെയ്യാനായിട്ട് സാധിച്ചത്. ഏതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതവും സ്തോത്രഗീതമായിട്ട് മാറണം. നമ്മളാകെപ്പാടെ നന്ദി പറയണത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമ്പോഴാണ്. ഇനി അതിന് ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി എന്ന് നമ്മൾ പറഞ്ഞേക്കാം. ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, അത്തിവൃക്ഷം പൂത്താലും ഇല്ലേലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു സ്തോത്രഗീതമായിരിക്കും. എനിക്ക് രോഗം വന്നാലും സൗഖ്യം വന്നാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. അങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കുന്നവരെ അവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന് തടസ്സമാകാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടത്. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരു കാര്യം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കണ്ടു, അസീറിയ രാജാവിനെ ദൈവം അയച്ചു. ഇസ്രായേൽ ജനം അവിശ്വസ്തത കാണിച്ചപ്പോൾ അവർക്കെതിരായി. ഇസ്രായേൽ ജനം വിശ്വസ്തരായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ഇതിനേക്കാൾ വലിയ സൈന്യം അവർക്കെതിരെ വന്നു. പക്ഷെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സൈന്യത്തിനൊന്നും ജയിക്കാൻ പറ്റിയില്ല, ഇസ്രായേൽക്കാരാണ് ജയിച്ചത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ എസെക്കിയേൽ 28 വായിച്ചാൽ ടൈർ രാജാവ് ശക്തനായിരുന്നു. അവനെ ഇസ്രായേൽ ജനത്തിനെതിരെ വരാൻ ദൈവം അനുവദിച്ചു. ഇസ്രായേലിൻ്റെ കൂടെ ദൈവം ഇല്ലായിരുന്നു. കാരണം ദൈവം ഇസ്രായേലിൽ നിന്നും അകന്നുപോയതല്ല, ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പം അങ്ങനെ ദൈവമില്ലാതെ അവർ യുദ്ധം ചെയ്തു. അസീറിയ രാജാവ് അവരെ കീഴ്പ്പെടുത്തുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടൈർ രാജാവ് അവരെ കീഴ്പ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണുകയാണ് ഏതാനും ചില കാര്യങ്ങൾ ഈ അസീറിയ രാജാവിനെ കുറിച്ചും ദൈവം പറയുകയാണ്. അസീറിയ രാജാവ് അവർ കരുതി, അല്ലെങ്കിൽ രാജാവ് കരുതി, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ അവൻ വീമ്പടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. എനിക്കിതെല്ലാം പിടിച്ചടക്കാൻ സാധിച്ചു, കാരണം എൻ്റെ കഴിവ് എന്നും പറഞ്ഞ് വീമ്പടിക്കുന്ന ഒരു രംഗം. ശരിക്കും നിൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നവരെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നമുക്കറിയാം, ദൈവവിചാരമുള്ളവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് അതിൻ്റെ 15:10 വായിച്ചാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തായിരിക്കുന്നോ ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് സമ്പത്ത് ശേഖരിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കൃപയാൽ. നമുക്കിന്നും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപയാൽ. നമുക്ക് ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ദൈവത്തിൻ്റെ കൃപയാൽ. അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവം നിൽക്കും. എപ്പോഴെങ്കിലും നമ്മൾ വീമ്പടിക്കാനോ അഹങ്കരിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ തകർച്ച നമ്മുടെ മുമ്പിലുണ്ടാവും. അത് കൃത്യമായിട്ട് ദൈവം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അഹങ്കാരിക്ക് വീഴ്ച ഉണ്ടാകും, അഹങ്കാരിയുടെ ഭവനം തകർക്കപ്പെടും എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഗിദെയോൻ്റെ കാര്യം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6ഉം 7ഉം അധ്യായങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. എന്നിട്ട് ഗിദെയോനോട് പറഞ്ഞൊരു കാര്യം, ഇത്രയും വലിയ ആൾക്കൂട്ടമൊന്നും വേണ്ട, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ. കുറേ പേരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. കുറേ പേരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു, ഇത്രയും വേണ്ട, ഒരു 10-300 പേര് മതി. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ 300 പേരെയും കൊണ്ട് പോയാൽ, അതും വെള്ളം പട്ടി നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്ന ഒരു 300 പേരെ നീ കാണും. ജലാശയത്തിൽ ചെല്ലുമ്പോൾ അവരെ മാത്രം നീ കൊണ്ടുപോയാൽ മതി. ഞാൻ വരും യുദ്ധം നയിക്കാൻ. എനിക്ക് ദൈവം വരുമ്പോൾ ആൾബലം ഒരു പ്രശ്നമല്ല, ഞാൻ വരും യുദ്ധം നയിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറഞ്ഞത്, ഇല്ലെങ്കിൽ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വീമ്പടിക്കും. ഞങ്ങളുടെ ആൾബലം കൊണ്ട് യുദ്ധം ജയിച്ചതാണ്. അപ്പം അത് വേണ്ട. അതിനുവേണ്ടിയാണ് ഈ മജോറിറ്റി ആൾക്കാരെ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞിട്ട് ഈ 300 പേരെയും കൊണ്ട് ഗിദെയോൻ യുദ്ധത്തിന് പോകുന്നതും ആ യുദ്ധത്തിൽ ജയിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല പ്രധാനപ്പെട്ടത്, ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബലം. അതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് ജെറമിയ 17:7 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവൻ്റെ ബലം അവിടുന്ന് തന്നെയാണ്, ദൈവം തന്നെയാണ് അവൻ്റെ ബലം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്,
അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല. നമുക്കറിയില്ല നാളെ എന്താണ് നമ്മളെക്കുറിച്ച് കേൾക്കാൻ പോകുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, ദൈവമാണ് നിൻ്റെ ഓഹരി ബലം എങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സങ്കീർത്തനം 112 7-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുർവാർത്ത കേട്ടാൽ പോലും കുലുങ്ങത്തില്ല, കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. ദുർവാർത്ത കേൾക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേൾക്കേണ്ടി വന്നേക്കാം. എനിക്ക് രോഗം വരരുത്, സഹനം വരരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന പ്രായോഗികമാകണമെന്നില്ല. പക്ഷെ ആ സഹനം വന്നാലും രോഗം വന്നാലും അതെടുക്കാനുള്ള ധൈര്യം തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കിട്ടുന്നത് ദൈവാശ്രയത്വമുള്ളവർക്ക്, ദൈവത്തോട് പ്രാർത്ഥനയും ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉള്ളവർക്കാണ്. ഇനി ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിത ലാളിത്യം, അതുപോലെ തന്നെ എളിമ, ഇതെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ട അഭിഷേകത്തിനായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.